ഹലോ ഗൈസ് ഇറ്റ്സ് മീ അദ്നാൻ ഹിറാൻ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൽ ഒരു അത്യാവശ്യം വലിയ വീഡിയോ ഇടുന്നത്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാരണം ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കാരണം ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാ വീഡിയോയും ഈ ഒരു ഫ്രെയിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഞാനും ഈ ഒരു വീഡിയോ ഈ ഒരു ഫ്രെയിമിൽ ഇന്ന് ഇൻട്രോ പറയണത്. ഈ വീഡിയോയുടെ ഏകദേശം 80% എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ആ 80% ഭാഗത്തിലും എൻ്റെ മുഖമില്ല, കാരണം കൂടുതൽ വെറുപ്പിക്കലുണ്ടാവില്ല. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ഞങ്ങളിപ്പോൾ ഈ കാണുന്ന സാറിൻ്റെ പേരാണ് ലോക് ബോർ താപ്പ. ലോക് ബോറാണോ ലോക് ബീഡിയറോ എന്നറിയില്ല. സാറ് ഒരു വ്ളോഗറാണ്, നേപ്പാളിയാണ്. ഒറിജിനലായിട്ടുള്ളൊരു ഇന്ത്യൻ ആർമിക്കാരാണ്. കുറേ കഥകളും മുമ്പൊരു ചാനലുണ്ട്. ആ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മുമ്പൊരു കട്ട വ്ളോഗിലാണ് അവിടെ, കണ്ടില്ലേ? പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം കുറേ പേരൊക്കെ നല്ല രീതിക്ക് ഉറക്കത്തിലായി. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ട്രെയിനിൽ ആദ്യമായിട്ട് കയറുന്നതാണ്. എന്നിട്ട് തന്നെ നല്ല രീതിക്ക് വെറുത്ത്, കാരണം ഒരു 10 മണിക്കൂറോളം ട്രെയിനിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഭാഗം. കുറേ പേര് പാട്ട് കേൾക്കുക, കുറേ പേര് ഉറങ്ങുക. ഞാനാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുക. ഞാനല്ല ഇപ്പോൾ വീഡിയോ എടുക്കണത്, നിങ്ങൾ എന്നെ കാണണ്ടല്ലോ. ഇപ്പോൾ വീഡിയോ എടുക്കണത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഞങ്ങൾ കോളേജിൽ നിന്ന് അങ്ങനെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും പിന്നെ ഈ വീഡിയോ എടുക്കണം എൻ്റെ ഈ ഒരു കൂട്ടുകാരനും. അവൻ്റെ പേര് ഫർഹാൻ എന്നാണ്. അപ്പോൾ അവനെ ഞാൻ കാണിച്ചുതരാം കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടല്ല, ഇപ്പം തന്നെ അവനെ കാണിച്ചു തരാം. സാറ് കട്ട വ്ളോഗിലാണ്. സാറിൻ്റെ തൊട്ടടുത്ത് അവനിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ പിള്ളേരാണ്. അതായത് നമ്മളെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മളെ തൃശ്ശൂരത്തെ പിള്ളേരാണ്. നമ്മളെ ബറ്റാലിയനിലുള്ള പിള്ളേരല്ല, നമ്മൾ തൃശ്ശൂരത്തെ പിള്ളേരാണ്. ഏകദേശം 106 പിള്ളേരോടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും നല്ല രീതിക്കുള്ള കമ്പനിയായിരുന്നു. കുറേ പേരൊക്കെ നമ്മൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. പക്ഷേ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടാൽ കൃത്യമായിട്ട് പരിചയപ്പെടാൻ പറ്റില്ലല്ലോ നല്ല രീതിക്ക്. അതിന് ശേഷം എല്ലാവരെയും വെടിപ്പായിട്ട് പരിചയപ്പെട്ടു. ഇതൊക്കെ നമ്മൾ തൃശ്ശൂർ പോകുമ്പോഴുള്ള കുറച്ച് വിഷ്വൽസാണ്. കാണാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിഷ്വൽസാണ്. പിന്നെ ട്രെയിന് ഇടയ്ക്കിട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഈ സ്പീഡിൽ പോയതിൻ്റെ ബലമൊക്കെ കുറച്ച് വേണ്ടി അങ്ങ് അനുഭവിക്കാനുണ്ട്. കണ്ട അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതൊക്കെ കാണിച്ചു തരാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ദൈവം ചോദിക്കും. അത്രക്ക് കിടിലം വിഷ്വൽസാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കണത്. എന്നാലും കണ്ടില്ലേ, എൻ്റെ മോനെ, ഇതൊക്കെ നിങ്ങൾ കാണായിരുന്നു. ഇതൊക്കെ ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഡയറക്റ്റ് കാണുമ്പോൾ കില്ലറെന്ന് പറഞ്ഞാൽ കില്ലർ. അത്ര കിടിലം വ്യൂ ആണ്. ആ മലയുടെ അവിടെയൊക്കെ നോക്കി ഫോഗും മൂടിക്കെട്ടിയിട്ടാണ് കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് ഈ ഭാഗത്തൊക്കെ മല പെടാത്തതിൻ്റെ മെയിൻ റീസൺ ഞാൻ അത് നോക്കി നിന്ന് കൈ ശ്രദ്ധിക്കാതെ പോയി. അതാണ് ആ ഭാഗത്തൊക്കെ മല പെടാണ്ട് വന്നത്. പക്ഷെ പെട്ട ഭാഗം നിങ്ങൾ നോക്കിയേ, എന്താ വ്യൂ അല്ലേ? അത്ര അടിപൊളി വ്യൂ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരുത്തിൻ്റെ ചളി. ഈ പാറമട കിട്ടിയിരുന്നെങ്കിൽ 2 ബോംബിട്ട് പൊട്ടിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിയിരുന്നു. നല്ല അടിപൊളി മനസ്സല്ലേ അവൻ്റെ. ഇമാതിരി കില്ലർ വ്യൂ കിട്ടുകയാണ്. ഞാൻ ചുമ്മാ അത് അവനിപ്പോൾ പറഞ്ഞിട്ടില്ല കേട്ടോ, വരുന്ന വഴിക്കാണ് പറഞ്ഞത്. എന്തായാലും വരുന്ന വഴിക്ക് ഇങ്ങനത്തെ വ്യൂ എടുക്കാത്തവരോടത് ഇപ്പോൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം. പിന്നെ നല്ല വ്യൂസാണ്. ഒരുവിധം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു ട്രെയിനിൽ തന്നെ. പിന്നെ ട്രെയിനിൻ്റെ വാതിലിൻ്റെ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ, ഇതൊക്കെ തന്നെ ഉള്ളൂ ട്രെയിനിൻ്റെ ഉള്ളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചു. ചോറ് കഴിച്ചിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കണ ടൈം ആയി. ചോറ് കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫർഹാൻ, ഇവനാണത് സാറിൻ്റെ അടുത്തിരിക്കാൻ കണ്ടില്ലേ.
സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സാറിനായിട്ട് ഇങ്ങനെ സംസാരിക്കണം. പിന്നെ ഹിന്ദി ലാംഗ്വേജ് കുറച്ച് സീനാണ്. എനിക്ക് മാത്രമല്ല എല്ലാവരും കുറച്ച് സീനാണ് ഹിന്ദി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വട ചായ വട എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പോയി. തിരിഞ്ഞും കൂടെ നോക്കിയില്ല. പിന്നെ കുറച്ച് ആൾക്കാരാണ് മറ്റേ നമ്മളുടെ പാൻ്റെ ശവനപ്പോ അങ്ങനെ എന്തോ ഒക്കെ മൗണ്ടൻ ഡ്യൂ ഒക്കെ എന്തോ മേടിച്ച് കുടിച്ചിരുന്നു. നിങ്ങളിപ്പോൾ ആ കണ്ട വിഷ്വലുണ്ടല്ലോ, ആ ഒരു പറച്ചിലോട് കൂടി അവിടെ കിടന്നുറങ്ങിയിരുന്നവർ വരെയും എണീറ്റ് തെറി പറഞ്ഞില്ല. പിന്നെ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് മേൽഭാഗത്ത് കൂടെ എടുക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഒന്നും എല്ലാ പോയി റൗണ്ട് അടിച്ചു വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. സൈഡിലത്തെ സീറ്റിലൊക്കെ പെൺപിള്ളേരുണ്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്ങളമാരും കറന്നമ്മമായിട്ടുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇടി കിട്ടും. ഇടി വീട്ടിലേക്ക് പാർസലായിട്ട് വരും. പിന്നെ ഇത് ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി എടുത്തതല്ല. ഇത് അവനെ റീൽ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. അവൻ റീൽ ഉണ്ടാക്കിയെന്നുള്ള കാര്യം തമ്പുരാനറിയാം. എന്തായാലും 5-6 പ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ വീഡിയോ അവനെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നണം, എനിക്ക് ഓർമ്മയില്ല. എല്ലാം ഇല്ല, എല്ലാം സാധ്യതയില്ല, ഞാനിട്ടില്ല. രണ്ടെണ്ണം ഞാൻ 2-3 ഞാൻ ഗാലറിയിൽ തന്നെ ഇട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കാഴ്ച കൊടുത്തതിന് ശേഷം. ഇത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അവന്മാർ അപ്പുറത്തെ ജിമ്മിക്ക് പോയ നോക്കണതാ. ട്രെയിൻ പിടിച്ച് നിർത്തിട്ടപ്പേ എന്താ ഒരു ആത്മാർത്ഥത കാണിച്ചു തരട്ടെ ഞാൻ. ഫർഹാനെ മോനെ ഫർഹാനെ മുറ്റത്തൊരു മൈന. അല്ല നിങ്ങളാരോടെ പിടിച്ച് എന്താ പറഞ്ഞേ അതുകൂടെ പറ. റോസ് കളർ ഇട്ട ചേച്ചിനെ കണ്ടു. +2 പഠിക്കുന്ന പിള്ളേരെ ഏതെവിടെ റേഞ്ച് നോക്കി അവന്മാരെ വയനോട്ട് അവിടെ തുടരുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ വൈബ് അടിച്ചിരുന്നതൊക്കെ നിങ്ങൾ കാണേണ്ടതാണ്. എന്നാലും വയനോട്ടം ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. +2 പഠിക്കുന്ന പിള്ളേരെ വളർച്ച നിങ്ങൾ കണ്ടില്ലേ. ഇനി എന്തായാലും അവന്മാർ വായ നോക്കിയത് കണ്ടത് മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അങ്ങോട്ട് ജിമ്മിക്ക് ഫോക്കസ് ചെയ്യാനുള്ള, അപ്പോൾ നിങ്ങൾക്ക് കൂടെ വായ നോക്കേണ്ട ഒരു പ്രചോദനമാവും. ഇനി ഞാൻ വൈബിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം, അതാണ് കുറച്ചും കൂടെ ബെറ്റർ. വേണം അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. വേണം അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു പാട്ടോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു പാർട്ടിൻ്റെ എപ്പിസോഡ് എന്തായിരിക്കും എന്തൊക്കെയെന്ന് വരും വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.